സുഹാനനെ അന്വേഷിച്ചു വന്ന ആളാണ്. അതെ. കൂടെ സുഖമില്ലാണ്ട് പോയല്ലോ. ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് പേപ്പർ വാങ്ങുന്ന ആസ്പത്രിയിലെ, അതിവിടെ സുഹാനയുടെ കയ്യിൽ കൊടുക്കാന്നാ പറഞ്ഞത്. ഞാൻ അവളുടെ വീടിന്റെ അടുത്താ, ഞാൻ കൊടുത്താ മതിയോ? ഈ റസാഖിനെ അറിയോ? ആ അറിയാം. എന്നാ ശരി. റോഷെന്നോ അങ്ങനെ എന്തോ ആയിരുന്നു ഫീവർ ഡേയ്സ് ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ ആള് ബാഡായി. 2 മണിക്കൂറിന്റെ മേലൊന്നും നിന്നില്ല. വോമിറ്റിംഗ് ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത്? ആസ്പിറേഷൻ അടിച്ച് റെസ്പിറേറ്ററി ഫെയിലിയർ ആയതായിരിക്കും. അതെ, പക്ഷെ അവൻ ഭയങ്കര എങ്ങായിരുന്നു. സജിത്താണ് ഇന്ന് നൈറ്റ് കാഷ്വാലിറ്റി. അതെ, നമ്മൾ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ അറ്റൻഡർ ഗീത വൈറൽ ഫീവർ ആയിട്ട് ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ സൂപ്രണ്ട് വിളിച്ച് പറഞ്ഞിട്ട് സ്പെഷ്യൽ കെയർ കൊടുക്കണം. ഇപ്പം അവിടെ ആരാ ഡ്യൂട്ടിയില്ല? ഓക്കെ, അവരോടും കൂടി ഇത് പറഞ്ഞേക്കാം. ഓക്കെ. ഞാൻ ഇപ്പൊ തരാം, മോള് ഇന്ന് പഠിക്കട്ടോ. അടുത്തേക്ക് വരല്ലേ അനു? എൻ്റെ ഉടുപ്പൊക്കെ ഞാൻ അലക്കി ഇട്ടിട്ടുണ്ട്, താനത് എടുക്കണ്ട, ഞാൻ തന്നെ വിളിച്ചിട്ടോളാം. എന്താ പ്രശ്നം? ഇന്നൊരു പേഷ്യൻ്റ് വന്നിരുന്നു, പ്രദീപ്. ഭയങ്കര യങ്ങ, 21 വയസ്സുള്ളൂ. വന്നപ്പോൾ തന്നെ നല്ല ടെമ്പറേച്ചർ ഉണ്ട്, 103. ഡെങ്കിയാണോ? ഡെങ്കിയൊക്കെ നെഗറ്റീവാണ്. ഓൾട്ടർ സെൻസോറിയം 5 days ഫീവർ എന്നൊക്കെ പറഞ്ഞിട്ട് മെഡിക്കൽ കോളേജിൽ റിപ്പോർട്ടുണ്ടായിരുന്നു. അവിടെ ഭയങ്കര തിരക്കായിരുന്നു, ഇങ്ങോട്ട് വന്നതാ. ഫീവർ ഹൈ ആയിരുന്നു ഉണ്ടായതാവാം. ഇത്രയും യങ്ങായ ആൾക്കാ? അല്ല, എൻ്റെ അടുത്ത് വരുമ്പോൾ ഓൾട്ടർ സെൻസോറിയം ഒന്നും കാണിച്ചിട്ടില്ല. പ്രശ്നങ്ങൾ അപ്പോഴല്ല തുടങ്ങുന്നത്. ഞാൻ BP എടുത്തപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, 120/80. പിന്നെ ഫീവർ പറയാനായിട്ട് പാരസെറ്റമോൾ ഇൻഫ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് നേഴ്സിൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് BP ചെക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ ചില വെപ്രാളങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി. BP ചെക്ക് ചെയ്തപ്പോൾ 230/120. തള്ളുമ്പോ ഒരു മയത്തിലൊക്കെ തള്ളു. ശരിക്കും BP നോക്കാൻ പോലും പഠിച്ചിട്ടില്ല. അല്ലേ ചേച്ചി, ഞാൻ ശരിക്കും നോക്കിയതാണ്. ആദ്യം നോക്കിയപ്പോ നോർമലി എന്നാണല്ലോ പറഞ്ഞു. ഗീത, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന് ഭയങ്കര ശബ്ദം, നല്ല തലവേദന. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ പെരുമാറ്റമൊക്കെ അങ്ങോട്ട് മാറി, വന്ന പേപ്പറുകളൊക്കെ. പട്ടിയോ അങ്ങനത്തെ എല്ലാം കടിച്ച ഹിസ്റ്ററി എല്ലാം ഉണ്ടോ എന്ന് ബൈസ്റ്റാൻഡേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഇല്ലെന്നു. അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴും അവനും അങ്ങനെ ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞത്.
പരിചയമുള്ള എല്ലാവരുടെയും വീട്ടിൽ വല്ല പട്ടിയോ അങ്ങനെ വല്ലതും പിന്നെ നിർത്താതെ വോമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഛർദിലിന് കൊടുത്ത മരുന്നൊന്നും ഏശിയിട്ടും കൂടി ഇല്ല. പിന്നെ MRI കൊണ്ടുവന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോഴത്തേക്കും സീഷേഴ്സൊക്കെ വന്ന് പുള്ളിക്കാരൻ ആകെ അൺസ്റ്റേബിളായി. പിന്നെ MRI എടുക്കാൻ പറ്റില്ല. ചേട്ടാ സ്റ്റേബിൾ അല്ല, സീഷറാണ് കാണിക്കുന്നത്. MRI എടുക്കാൻ പറ്റില്ല. നമുക്ക് തിരിച്ചോണ്ടോ. കണ്ടീസ് ആണെന്ന് തോന്നുന്നത് എന്താ കാരണം? ഞാൻ പോരാൻ നേരത്ത് പേരാമ്പ്രയിൽ നിന്നൊരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞൊരു കോളുണ്ട്. ആക്കില്ല. ഡെങ്കു നെഗറ്റീവ്, ഭയങ്കര തലവേദനയും ഛർദിലും, ARDS ഉണ്ട്. എനിക്കെന്താണോ ഒരു ഇൻറ്റ്യൂഷൻ പോലെ. ആ പ്രദീപും പേരാമ്പ്രയെന്നാണോ?